കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഗുരുതരമായ ആരോപണമാണ് അധ്യാപകർക്കെതിരെ ഉയരുന്നത്. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ ക്രൂരമായ ജാതി അധിക്ഷേപം നിതിന് നേരിടേണ്ടി വന്നുവെന്നാണ് കുടുംബം പറയുന്നത്. തെരുവ് പട്ടിയെന്നും വിഡ്ഢിയെന്നും വിളിച്ചു നിരവധി തവണ അധിക്ഷേപിച്ചു. കേരള സമൂഹത്തിൽ ഇപ്പോഴും ആഴത്തിൽ വേരുപിടിച്ചു കിടക്കുന്ന സവർണ ജാതീയതയുടെ ജാതി വിവേചനത്തിന്റെ പ്രകടമായ രൂപമാണിത്. നിധിനെക്കുറിച്ച് പറയുമ്പോൾ രോഹിത് വെമുലയെ കൂടി ഓർക്കണം. ചില ആളുകൾക്ക് എല്ലായ്പ്പോഴും ജീവിതം എന്നത് തന്നെ ശാപമാണ്. എന്റെ ജനനം തന്നെയാണ് എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടമെന്നാണ് ഹൈദരാബാദ് സർവകലാശാലയിൽ ജാതി വിവേചനത്തെ തുടർന്ന് ജീവനൊടുക്കിയ രോഹിത് വെമുല ആത്മഹത്യാക്കുറിപ്പിൽ കുറിച്ചത്. എപ്പോഴാണ് ഒരാൾക്ക് ജനനം പോലും ഒരു ബാധ്യതയായി കുറ്റമായി തോന്നുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പിന്നാക്ക വിഭാഗക്കാർ നേരിടുന്ന ജാതി വിവേചനം തടയാൻ നിയമം കൊണ്ടുവരണമെന്ന ആവശ്യം കഴിഞ്ഞ 10 വർഷമായി ഉയരുന്നു. പക്ഷേ അതിന് അധികാരവർഗം ഇതുവരെയും തയ്യാറായിട്ടില്ല. ജാതി വെറിയിൽ ഇനിയും എത്രയെത്ര ജീവൻ ഒടുക്കണം അധികാരവർഗം കണ്ണു തുറക്കാൻ? കേരളത്തിന്റെ വെമുലയോ നിധിൻ? സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുകയാണ്. അതിഥികളായി ആക്ടിവിസ്റ്റ് MN കാരശ്ശേരി, ധന്യാരാമൻ ആക്ടിവിസ്റ്റ്, തൗഫീഖ് രാജൻ KSU സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി, നഈം ഗഫൂർ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന അധ്യക്ഷൻ, ഡോക്ടർ രാജേഷ് കോമത്ത് MG യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നിവർ ചേരുകയാണ്. ഡോക്ടർ രാജേഷ് കോമത്തിൽ നിന്ന് തുടങ്ങാം. ഡോക്ടർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശരി ഡോക്ടർ, ഇവിടെ നിതിൻ രാജിന്റെ മരണത്തെ യഥാർത്ഥത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്? ഇവിടെ തുടർച്ചയായി ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, അച്ഛന്റെ ജോലിയുടെ പേരിൽ നിതിൻ രാജിന് വലിയ രീതിയിൽ അധിക്ഷേപം നേരിടേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് വെമുല പറഞ്ഞതുപോലെ എന്റെ ജനനം പോലും ഒരു വലിയ തെറ്റായിരുന്നു എന്ന തരത്തിലുള്ള ഒരു തോന്നലിലേക്ക് ഇവിടെ നിതിൻ രാജിനെ ഈ പറഞ്ഞ അധ്യാപകർ തള്ളിവിടുകയായിരുന്നില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. സർവകലാശാലകളിലും വിദ്യാഭ്യാസ ഇടങ്ങളിലുമൊക്കെ സ്വാഭാവികമായും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില മുൻവിധികൾ, അത് നേരിട്ടും അല്ലാതെയുമൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ക്യാമ്പസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസ ഇടം എന്ന രീതിയിൽ അതൊരു വളരെ പൂർണ്ണമായും സെക്കുലർ ആയിട്ടുള്ളതും മറ്റ് വിവേചനങ്ങളിൽ നിന്നൊക്കെ മുക്തമായതുമായ ഒരു ഇടമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള എല്ലാതരം വേർതിരിവുകളും എല്ലാതരം വിവേചന രൂപങ്ങളും ക്യാമ്പസുകളിലും ക്ലാസ് റൂമുകളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ തന്നെ വന്ന് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് പലപ്പോഴും കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പലപ്പോഴും പറയുക, കേരളത്തിൽ അങ്ങനെയൊരു സംഭവമൊന്നുമില്ല, അതൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് സർവകലാശാലകളിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിൽ നിന്നൊക്കെ മോചിതരായിട്ടുള്ള വളരെയധികം ഉന്നതമായ മൂല്യങ്ങൾ വെച്ച് പുലർത്തുന്ന പുരോഗമനവാദികളാണ് എന്ന തരത്തിലുള്ള ഒരു മേനി പറച്ചൽ മലയാളികൾക്ക് എപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ മലയാളി സ്വന്തം വീട്ടിലും സ്വന്തം വീടിന്റെ പരിസരത്തും ഒക്കെ കൊണ്ടു നടക്കുന്ന, എല്ലായിടങ്ങളിലും കൊണ്ടു നടക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള മുൻവിധി, ആ മുൻവിധി യഥാർത്ഥത്തിൽ ജാതി കേന്ദ്രീകൃതമായ മുൻവിധിയാണ്. ഒരാള് സർവകലാശാലകളിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ ഒക്കെ കടന്നു വരുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അവർ കടന്നു വരുന്ന സമയത്ത് തന്നെ അവരുടെ ഡോക്യുമെന്റ് വഴി, അതായത് അവര് സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ വഴി ഇവരുടെ ജാതി പശ്ചാത്തലം മനസ്സിലാക്കുകയും, ഇതൊക്കെ ഒരു ഓഫീസിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതേതെങ്കിലും തരത്തിലുള്ള സംവരണ അടിസ്ഥാനത്തിലോ റിസർവേഷന്റെ അടിസ്ഥാനത്തിലൊക്കെ വന്നു വരുന്ന കുട്ടികളാണെങ്കിൽ അവരെ യഥാർത്ഥത്തിൽ അവര് ഒരു സ്ഥാപനത്തിൽ കയറുന്ന മാത്രയിൽ തന്നെ അവര് യഥാർത്ഥത്തിൽ അവരുടെ സമൂഹത്തിൽ നിന്ന് എന്ത് തരം വിവേചനമാണോ അനുഭവിച്ചിട്ടുള്ളത്, ആ വിവേചനത്തിന്റെ ഒരു തുടർച്ച യഥാർത്ഥത്തിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കാണുന്നുണ്ട്. അത് ചില സമയം ക്ലാസ് റൂമുകളിൽ കാണാം, അത് ലൈബ്രറികളിൽ പോകുന്ന സമയത്ത് കാണാം, ചിലപ്പോൾ അത് ഹോസ്റ്റൽ താമസിക്കുന്ന സമയത്ത് കാണാം. ഉദാഹരണത്തിന് പലപ്പോഴും ചില വിദ്യാർത്ഥികൾ എന്നോട് പറയാറുള്ളത്, ഈ ഹോസ്റ്റലിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മോഷണം പോകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, ഉദാഹരണത്തിന് വല്ല ചാർജറോ മൊബൈൽ ചാർജറോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മോഷണം പോകുകയോ അല്ലെ കാണാതിരിക്കുകയോ ചെയ്താൽ, മോഷണം പോകേണ്ട കാര്യമില്ല,
അത് തൽക്കാലം നോക്കിയിട്ട് കാണാതെ ഇരിക്കുമ്പോൾ അത് പലപ്പോഴും അത് ചില വിഭാഗം കുട്ടികളുടെ തലയിലേക്ക് ആ ഒരു കണ്ണ്, ഒരു സംശയ ദൃഷ്ടി ആദ്യം പതിക്കുന്നത് അവിടെയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെയുണ്ട്. അതേപോലെ നമ്മൾ മെസ്സിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ പോലും ഈ പറയുന്ന തരത്തിലുള്ള വിവേചനങ്ങൾ നമുക്ക് കാണാം. കുട്ടികളുടെ ഭക്ഷണം കുറെ കൂടി മാറ്റി വെക്കുക, ഇങ്ങനെയുള്ള സബ്റ്റിലായിട്ടുള്ള വിഭാഗത്തിൽ നിന്നുള്ളവർ എന്നും അധിക്ഷേപം നേരിടേണ്ടി വന്നവരാണ്, യാതൊരു അവകാശബോധവുമില്ലാത്തവരാണ് എന്നൊരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ തന്നെ ഉറഞ്ഞു കിടക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിലോ ഏതൊക്കെ തരത്തിലുള്ള വിവേചന രൂപങ്ങളിലൂടെയാണോ കടന്നു പോകുന്നത്, അതൊക്കെ തന്നെ കലാശാലകളിലും അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും ഒക്കെ തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ പ്രകടമാണ്. ഈ പ്രകടമാകുന്നത് ചില ക്യാമ്പസുകളിൽ അത് ഒട്ടും രാഷ്ട്രീയ ബോധമില്ലാത്ത അധ്യാപകർ വരുമ്പോൾ അല്ലെ അധ്യാപികമാര് വരുമ്പോൾ, ഒട്ടും രാഷ്ട്രീയപരമായി ബോധ്യപ്പെടാത്ത ചില ക്യാമ്പസുകൾ ഉണ്ടായി വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇത് ഈ പീഡനത്തിന്റെ, ഈ അവഗണനയുടെ, മാറ്റി നിർത്തലിന്റെ ആഘാതം വളരെ ശക്തിയുള്ളതായിരിക്കും. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇപ്പോൾ എം എൻ കാരശ്ശേരി ഇപ്പോൾ ചേരുകയാണ്. ശ്രീ എം എൻ കാരശ്ശേരി, നോക്കൂ, മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. 3-ാം സ്ഥാനത്താണ് നമ്മൾ അധ്യാപകരെ കാണാറുള്ളത്. ആ രീതിയിലുള്ള ബഹുമാനവും അവർക്ക് നൽകാറുണ്ട്. പക്ഷേ അതേ അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് അവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ തെരുവു പട്ടി എന്ന് വിളിക്കുക, പുഴുത്ത പട്ടി എന്ന് വിളിക്കുക, ആക്ഷേപിക്കുക, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ നിരന്തരം അവരെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ഈ ധൈര്യം ഇവർക്ക് ലഭിക്കുന്നത്? എന്തുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ ഇത്തരം അനഫലീക്ഷീണ പ്രവർത്തനങ്ങൾക്ക് ഒരു വേദിയായി മാറുന്നു? ഞാൻ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും ഒരു മുൻ അധ്യാപകൻ എന്നുള്ള നിലയ്ക്കും വളരെയധികം ലജ്ജ അനുഭവിക്കുന്ന ഒരാളാണ് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ. പിന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയാണുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തും പറയുന്ന ഒരു വാക്യമാണ്, അക്ഷരം പഠിച്ച ശൂദ്രനെ ദൂരെ കളയണം, ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജയേൽ എന്നാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ 2000 കൊല്ലം പഴക്കമുള്ള നമ്മുടെ ഒരു ഇതിഹാസമാണ് മഹാഭാരതം. അതിനകത്ത് കാട്ടുജാതിക്കാരനായ ഏകലവ്യൻ പഠിക്കാൻ വരുമ്പോൾ ദ്രോണാചാര്യർ പഠിപ്പിക്കുന്നില്ല. ദ്രോണാചാര്യർ ഗുരുവാണ് എന്ന് സങ്കല്പിച്ച് സ്വന്തം നിലയ്ക്ക് ആ ചെറുപ്പക്കാരൻ നേടിയ വിദ്യ തൻ്റെ വത്സര ശിഷ്യൻ അർജുനനെ കവിഞ്ഞു പോകും തോന്നിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വലത്തെ തള്ളവിരൽ മുറിച്ചു വാങ്ങി ദ്രോണാചാര്യരെന്നാണ്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 1918 അംബേദ്കർ അമേരിക്കയിൽ നിന്ന് ഉന്നത ബിരുദങ്ങൾ നേടിയിട്ട് ബോംബെയിലൊരു കോളേജിൽ അധ്യാപകനാവുന്നത്. അപ്പോൾ അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ച എല്ലാവർക്കും കുടിക്കാൻ വെച്ച വെള്ളം അദ്ദേഹമായിരുന്നു വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയാണ്. അവരൊക്കെ കോളേജ് അധ്യാപകരാണ്. ഇദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA പാസ്സായി വരുന്ന ഒരാളാണ്. അവിടുത്തെ മേൽജാതി എന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ ഒരു പ്യൂണാണ് അദ്ദേഹത്തിന് ഫയൽ കൊണ്ടു കൊടുക്കുക. ആ ഫയല് അദ്ദേഹം മേശപ്പുറത്ത് വെക്കുക, ഇദ്ദേഹത്തിൻ്റെ കൈ കൊടുക്കുക ചെയ്യില്ല, മേശയിലേക്ക് എറിയാണ് ചെയ്യുക. ഡോക്ടർ അംബേദ്കറോട് ചെയ്തായി പറയുന്നത് 1918 108 കൊല്ലം മുമ്പത്തെ കാര്യം പറഞ്ഞത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഓർക്കേണ്ടതാണ്, കേരളത്തിൽ ആദ്യമായി ഒരു പണിമുടക്ക് നടത്തിയത് അയ്യങ്കാളിയാണ്. അത് 1907 അത് നടത്തിയത് കൂലിക്കൂടുതലിന് വേണ്ടിയല്ല, ദളിതരായ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പുലയന്മാരായ കുട്ടികൾക്ക് സ്കൂളിൽ അഡ്മിഷൻ വേണം, അവർക്ക് പ്രവേശനം വേണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ പറഞ്ഞിട്ട് തിരുവിതാംകൂർ ഗവൺമെൻറ് പറഞ്ഞ് നടപ്പാക്കാത്തത് ഇവർ നടപ്പാകാതെ വന്നപ്പോൾ അതിനെതിരായിട്ടാണ് സമരം. ഞങ്ങളുടെ കുട്ടികൾക്ക് അക്ഷരമില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് അന്നമില്ല. 1 കൊല്ലം നീണ്ടു നിന്ന പണിമുടക്കാണ്. കേരളത്തിലെ ആദ്യത്തെ പണിമുടക്ക് ദളിതർക്ക് അക്ഷരം കിട്ടാൻ വേണ്ടി നടന്നതെന്ന് നമ്മൾ ഓർമ്മിക്കണം. പിന്നെയും 7 കൊല്ലം കഴിച്ചിട്ടാണ് പഞ്ചമീന്ന് പേരായ ഒരു പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അയ്യങ്കാളി ചെല്ലുന്നത്. 1914 ആ സ്കൂള് മേൽജാതി എന്ന് വിളിക്കുന്ന കൂട്ടത്തിലെ ആളുകൾ, ആ ഭ്രാന്തന്മാർ കത്തിച്ച് കളഞ്ഞു. ഇതൊക്കെ കേരളത്തിലുണ്ടായതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിൽ ഇതിനു മുൻപ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആതിര എന്നൊരു പെൺകുട്ടി തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതേ ജാതി പീഡനം കൊണ്ട്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായത് 2016 ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ രോഹിത് വെമുലയുടെ
ആത്മഹത്യയാണ്. അത് കഴിഞ്ഞ് പിന്നെ മഹാരാഷ്ട്രയിൽ 2 പേര്, കർണാടകയിൽ ഒരാൾ, അങ്ങനെയുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പീഡിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്, അദ്ദേഹം എങ്ങനെയാണ് മരിക്കാനിടയായെന്നുള്ളൊരു തർക്ക വിഷയം എപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഞാൻ ശരി, പക്ഷെ നോക്കൂ, അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ നിരവധി പേരുകളുണ്ട്, നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ പട്ടികയിലേക്കാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ പേര് കൂടി വരുന്നത്. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, ജാതി വിവേചനങ്ങൾ നമ്മുടെ കേരളത്തിൽ പോലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? നമ്മൾ പറയുന്ന സാക്ഷരതയുടെ പ്രബുദ്ധത, രാഷ്ട്രീയ പ്രബുദ്ധത, ഇതൊക്കെ വാസ്തവത്തിൽ മലയാളി ആർജിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചോദിക്കണം. ഇപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ MA പഠിക്കുന്ന സമയത്ത് ചേർന്നപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ അവിടെ ദളിത് വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ വെൽഫെയർ എന്നാണ് ഫണ്ട് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള അല്ലാത്ത കുട്ടികൾ ഞങ്ങൾ പണം കൊടുത്തിട്ടാണ് അവിടുത്തെ മെസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മേൽജാതിക്കാരെന്ന് സ്വയം വിളിക്കുന്ന കൂട്ടത്തിലെ പല ആളുകളും അന്ന് മെസ് ഫീസ് സമയത്ത് കൊടുക്കില്ല. കാരണം മെസ്സ് പൂട്ടിപ്പോയ പിന്നെ ഇവർക്കൊരു വഴിയില്ല ആഹാരം കഴിക്കാൻ. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അന്ന് ഞങ്ങളെ കൂടി മുൻകൈ എടുത്തിട്ടാണ് അന്ന് വൈസ് ചാൻസലർ മുഹമ്മദ് ഖനിയെ കണ്ടിട്ട് ഒരു അഡ്വാൻസ് വാങ്ങി 2500 രൂപ. അന്നത്തെ വലിയ തുകയാണ്. അങ്ങനെയാണ് ആ പ്രശ്നം തീർത്തത്. അപ്പം ഞാൻ പറയുന്നത്, ഈ ഇത്രയും കാലമായിട്ട് അയ്യങ്കാളി 1941 മരിച്ചുപോയല്ലോ. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞിട്ടും ഇത്രയൊക്കെ പോരാട്ടം നടന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത എവിടെ എത്തി? മാത്രമല്ല, നമ്മളിതിൽ ആലോചിക്കേണ്ടത്, നമ്മുടെ അധ്യാപക സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അവരൊക്കെ ഏത് തരത്തിലുള്ള പ്രബുദ്ധതയാണ് ഇവിടെ ഉണ്ടാക്കിയത്? ഇവിടുത്തെ KSU ഉണ്ട്, SFI ഉണ്ട്, MSF ഉണ്ട്, ABVP ഉണ്ട്, വേറെ പല സംഘടനകളുണ്ട്, ASF ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയ്ക്ക് എന്ത് ബോധവൽക്കരണമാണ് അവർ നടത്തിയത്? അധ്യാപക യൂണിയനുകൾ അവർ എന്താണ് കൂലിക്കൂടുതലിന് വേണ്ടി, അല്ലെങ്കിൽ പെൻഷന് വേണ്ടി, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന ഒരു സാധനമാണോ അധ്യാപക സംഘടനകൾ? എത്ര സംഘടന ഉണ്ട് ഇവിടെ? ആയിരക്കണക്കിന് മെമ്പർമാരുണ്ട്. അതിലൊക്കെ അവർ വലിയ തത്വങ്ങളൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരാണല്ലോ. പിന്നെ എനിക്കൊരു സംഘടന എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നിന്ന് പൊരുതാത്തത്? എന്തുകൊണ്ടാണ് അവർക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്? ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ. ഞാൻ മരിച്ചുപോയ നിതിൻ രാജിനെ കുറ്റപ്പെടുത്തുകയല്ല. ഞാനൊരു മലയാളി എന്നുള്ള നിലയ്ക്ക്, ഒരു മുൻ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സങ്കടം പറയാണ്. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ക്യാമ്പസുകൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ, അറ്റാക്ക്, ജാതി അധിക്ഷേപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു നിയമനിർമ്മാണത്തിന്റെ കുറവ് കൊണ്ട് മാത്രമാണോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരവർഗം ഇത്തരം സംഭവങ്ങൾ വരുന്നു, അതിലെ പ്രതികളോട് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടുകൂടിയാണോ? ഇതിൽ ഒന്ന്, നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ദലിത് വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളോടൊക്കെ നിലനിൽക്കുന്ന അട്രോസിറ്റീസുകളെ മറികടക്കുന്ന നിയമനിർമ്മാണത്തിൻ്റെ അഭാവം അതിലുണ്ടോ എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ ആശ്ചര്യത്തോടു കൂടി കേരളത്തിൻ്റെ ക്യാമ്പസുകൾ, ഇന്ത്യയുടെ ക്യാമ്പസുകൾ, വിദ്യാർത്ഥികൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു, ഭീകരമായി അപരവൽക്കരിക്കപ്പെടുന്നു, വേട്ടയാടുന്നു എന്ന് സങ്കടപ്പെടുന്ന നമ്മുടെ സംസ്ഥാനത്ത് എന്ത് സംഭവിക്കുന്നു എന്നുകൂടി അന്വേഷിക്കണമല്ലോ. നെടുമങ്ങാട്ട് പിന്തു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, ഒരു വീട്ടിൽ ജോലിക്ക് പോയൊരു സ്ത്രീയെ അവരുടെ വീടിനകത്തൊരു സ്വർണ്ണമാല കാണാതായപ്പോൾ സംശയിച്ച ഒരു നാടിൻ്റെ പേരാണ് കേരളം. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് വന്ന ഒരു ആദിവാസിയായിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ആദിവാസിയായ ആ ചെറുപ്പക്കാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യയുടെ പ്രസവത്തിന് വന്നപ്പോൾ ആശുപത്രിയുടെ വരാന്തയിൽ നിന്ന് ഒരു മൊബൈൽ ചാർജർ കാണാതാകുമ്പോൾ വംശീയ കണ്ണോടുകൂടി അദ്ദേഹത്തെ വേട്ടയാടി കൊന്ന ഒരു നാട് കൂടിയാണ് കേരളം എന്ന് പറയുന്നത്. മധുവിനെ അടിച്ചു കൊന്നവരുടെ നാടാണ് കേരളം. ആ കേരളത്തിൻ്റെ തനിപ്പകർപ്പാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകൾ പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. നിങ്ങൾ സമീപകാല കേരളത്തെപ്പറ്റി ഒന്ന് അടുത്ത് പരിശോധിച്ച് നോക്ക്. എത്രയെത്ര ജാതി പീഡനങ്ങൾ, എത്രയെത്ര ജാതിക്കൊലകൾ, എത്രയെത്ര മനുഷ്യരെ വേട്ടയാടുന്നു, എത്രയെത്ര മനുഷ്യരെ തല്ലിക്കൊല്ലുന്നു. അവരെ വേട്ടയാടിയിട്ട് അവർക്ക് വേണ്ടി എഴുതുന്ന FIRകൾ, വളരെ വിചിത്രമായ FIRകൾ ഉണ്ടാകുന്നു. കുറ്റവാളികളെ നിർബാധം പുറത്തുവിടുന്ന കാഴ്ചകൾ, പ്രത്യേകിച്ച് വാളയാർ കേസിലുൾപ്പെടെ
വലിയ കേസുകൾ, വലിയ പ്രമാദമായ പല കേസുകളിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ക്യാമ്പസുകളിലോ ഇന്ത്യയുടെ ക്യാമ്പസുകളിലോ സവിശേഷമായൊരു സാമൂഹിക സാഹചര്യം ഇല്ല എന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. കേരളം എങ്ങനെയാണോ ചിന്തിക്കുന്നത്, കേരളം എങ്ങനെയാണോ ആലോചിക്കുന്നത്, കേരളം എങ്ങനെയാണോ ജീവിക്കുന്നത്, അതിൻ്റെ തനിപ്പകർപ്പ് കൂടിയാണ് കേരളത്തിൻ്റെ ക്യാമ്പസുകളും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ സവിശേഷമായി ഇതിന് നിയമങ്ങളുണ്ടോ എന്നതാണ്. അതിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ നിലപാട് കേരളത്തിൻ്റെ ക്യാമ്പസുകളിലും ഇന്ത്യയുടെ ക്യാമ്പസുകളിലും ഈ ജാതി പീഡനത്തെ മറികടക്കാൻ കഴിഞ്ഞ 10 വർഷമായി രോഹിത് വെമുല ആക്ട് എന്ന് പറയുന്ന ഒരു ഡിമാൻഡിനെ ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. രോഹിത് വെമുല എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ തുടർച്ചയിൽ രോഹിത് വെമുലയുടെ ജീവത്യാഗത്തിൻ്റെ നീതിയായിട്ട് ഈ സമൂഹത്തോട് ഞങ്ങൾ അന്നത്തെ വിദ്യാർത്ഥി സമൂഹം, രോഹിത്തിൻ്റെ കുടുംബം, രോഹിത്തിൻ്റെ പ്രസ്ഥാനം എല്ലാം ആവശ്യപ്പെട്ടത് രോഹിത് ആക്ട് എന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇന്ത്യയിലെ നിയമത്തിൽ ഈ രോഹിത് വെമുല ആക്ടിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിന് അധികാരവർഗത്തിന് ഒരു പിന്തുണ കൂടി വേണ്ടേ? ഈ തീർച്ചയായിട്ടും അധികാരവർഗം എന്ന് പറയുന്നത് അന്ന് രോഹിത് വെമുലയെ ജീവത്യാഗം ചെയ്യുമ്പോൾ രോഹിത് വെമുലയുടെ ജീവത്യാഗത്തിൻ്റെ കാരണക്കാരനായ അപ്പാറാവുവിനെ സംരക്ഷിച്ചൊരു ഭരണകൂടം തന്നെയാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത്. പക്ഷെ അതിനെ മറികടക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകൾ അവരുടെ അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റുകൾക്കകത്ത് ഈ രോഹിത് ആക്ടിൻ്റെ നിർമ്മാണത്തിലേക്ക് കിടക്കണം. കർണാടകത്തിൽ ബില്ല് വെച്ചല്ലോ, തെലങ്കാനയിൽ നടപടികൾ ആരംഭിച്ചല്ലോ. കേരളത്തിൽ ഇന്നേ വരെ രോഹിത് ആക്ടിൻ്റെ ഒരു ഡിമാൻഡിലേക്കോ ഒരു നടപടിക്രമങ്ങളിലേക്കോ കടക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ സഖാവ് തോമസ് ഐസക്കിനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഇദ്ദേഹത്തിൻ്റെ മരണത്തിനെ അനുസ്മരിച്ചുകൊണ്ട് നീണ്ട കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ ഒരു പാരഗ്രാഫിൽ തോമസ് ഐസക്ക് പറയുന്നുണ്ട്, രോഹിത് വെമുലയുടെ സമാനമായ സംഭവമാണ് അഞ്ചരക്കണ്ടിയിൽ സംഭവിച്ചത്, ശരിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. അതിനുശേഷം അദ്ദേഹം ആവശ്യപ്പെടുന്നത് അന്ന് മുതൽ ഉയർന്നു വരുന്ന ഒരു ആവശ്യമാണ് രോഹിത് ആക്ട് എന്ന് പറയുന്നത്. കേരളത്തിലും അതിൻ്റെ ആവശ്യമുണ്ട്. 10 വർഷം കഴിഞ്ഞിട്ട് അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് ശേഷം കേരളത്തിൽ രക്തസാക്ഷിയായതിനു ശേഷം ആ രക്തസാക്ഷിത്വത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ക്യാമ്പസുകളും ഇന്ത്യയുടെ ക്യാമ്പസുകളും വിവിധ അനുഭവങ്ങൾ. നമ്മളിപ്പോൾ രോഹിത് വെമുലയെ പറ്റി മാത്രമാണ് പറയുന്നത്. അതിനുശേഷം ഒരു പായൽ തദവി ഉണ്ടായി. ഒരു ട്രൈബൽ മുസ്ലിം പെൺകുട്ടി അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. മഹാരാഷ്ട്രയിലെ MD വിദ്യാർത്ഥിനിയായിരുന്നു. അതിനുശേഷം കേരളത്തിലെ കൊല്ലത്തുകാരിയായ ഫാത്തിമ ലത്തീഫ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മദ്രാസ് IIT-യിൽ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു. അവരുടെ കുറിപ്പിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്, ഞാനൊരു ഇസ്ലാമോഫോബിയയുടെ ഇരയാണ്, മദ്രാസ് IIT-യിലെ പ്രൊഫസർമാർ എന്നെ മതം പറഞ്ഞ് വേട്ടയാടി എന്ന് പറഞ്ഞിട്ട് ഈ കേരളത്തിലെ മലയാളിയായ ഒരു പെൺകുട്ടി മദ്രാസ് IIT-യിൽ ജീവത്യാഗം ചെയ്യുന്നുണ്ട്. നിരവധി സംഭവങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. ധന്യരാമൻ, നോക്കൂ, കേരളത്തിൽ ജാതി വിവേചനം മൂലം ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നായിരിക്കും ഒരുപക്ഷെ പലരും പറയുക. ആ രീതിയിൽ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ വേറെ വരും. വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം നിതിൻ രാജ് മരണപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഒരു ലോൺ ആപ്പ് തട്ടിപ്പിന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. നിതിൻ രാജിന്റേത് ഒരൊറ്റപ്പെട്ട സംഭവമായിട്ടാണോ കാണേണ്ടത് നമ്മൾ? അല്ലല്ലോ. ഒരു 50 വർഷം മുൻപേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച അന്നത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന്, ദളിത് മെഡിക്കൽ സ്റ്റുഡൻസിന് ഭയങ്കരമായിട്ട് വിവേചനം, വംശീയതയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇന്ന് നമുക്ക് ദളിത് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരിക്കുന്നത്. അവരാണ് എല്ലാ ക്യാമ്പസുകളിലും അറിയുന്ന വിഷയങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്, കുട്ടികളെ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് അത് 50 വർഷം മുമ്പേ ഈ വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിതിനെ സംബന്ധിച്ച് നിതിൻ്റെ അമ്മ ഒരു വീട്ടുജോലിക്ക് പോയി കുടുംബം പോറ്റുന്ന ഒരാളാണ്. അവരിപ്പോൾ ഒരു ബയോപ്സി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ്. അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അപ്പോൾ സ്വന്തമായിട്ട് വീടില്ല. അപ്പോൾ അവന് ഉള്ളത് അവൻ്റെ ഈ ബുദ്ധിയാണ്. അപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ഒരു ട്യൂഷനോ പോലും പോകാതെ അവൻ സ്കൂൾ എപ്പോഴും 10th-ലെയും +2-ൻ്റെയും സ്കൂൾ ടോപ്പറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയെ ഇത് മാനേജ്മെൻറ്റ് അഞ്ചരക്കണ്ടിയിലെ ആ ട്രസ്റ്റിൻ്റെ ഈ മെഡിക്കൽ കോളേജിലെ മാനേജ്മെൻറ്റ് ഈ റാമിനെയും സംഗീതയെയും ഉപയോഗിച്ച് കൊല്ലിച്ചതാവാനാണ് സാധ്യത. ആ കൊന്നത് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലെയും ഞങ്ങൾ എവിഡൻസ് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. കാരണം ഈ കോഴ്സ് മതിയാക്കിയിട്ട് പോകേണ്ടി വരുമോ, പിന്നെ കുട്ടികൾക്ക് സാക്ഷി പറയാൻ പേടിയുണ്ടാവും. പക്ഷെ അവരൊക്കെ ഭയന്നാണ് കുറേ കാര്യങ്ങൾ ഞങ്ങളെയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അറിയിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് കൊലയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. നോർമലി എല്ലാ കുട്ടികളും ഫീസ് അടച്ച് പഠിക്കുമ്പോൾ ചിലപ്പോൾ SC/ST വിദ്യാർത്ഥികൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിന്നെ ഫീസ് അടയ്ക്കാൻ ചിലപ്പോൾ ലേറ്റായി കഴിഞ്ഞാൽ എല്ലാവരും പൈസ കൊണ്ടുവന്ന് അടയ്ക്കും. എന്നിട്ട് പിന്നീട് അത് അവർ ചിലപ്പം അടുത്ത ഫണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീഫണ്ട് ചെയ്യും, ചിലപ്പോൾ 2-3 പൈസ കിട്ടിക്കഴിഞ്ഞ് ലാസ്റ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇതിനെ സംബന്ധിച്ച് അങ്ങനെ പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ പുഴുത്ത പട്ടി, നിനക്ക് അക്ഷരം അറിയാമോ
അതായത് സ്കൂൾ ടോപ്പറായിട്ട് എൻട്രൻസ് എഴുതി വന്ന കുഞ്ഞിനോട് ചോദിക്കുകയാണ്, നിനക്ക് എഴുത്തും വായന അറിയാമോ? അത് ഏറ്റവും വലിയ മാനസികമായിട്ട് തകർക്കലാണ്. സ്റ്റാഫ് റൂമിലും ക്ലാസ് റൂമിലും ഇട്ട് ഒരു വ്യക്തിയെ ഇതുപോലെ ടോർച്ചർ ചെയ്യുന്നത്, ഇത് കൊല്ലാൻ വേണ്ടി ടോർച്ചർ ചെയ്തതാണ്. അതായത് ഇനി നീ ഇവിടെ പഠിക്കേണ്ട, ഇവൻ SC വിദ്യാർത്ഥിയുമാണ്, ബ്രില്യൻറ്റുമാണ്. അത് ആ ഒരു ഞങ്ങളുടെ ബൗദ്ധിക ജ്ഞാനത്തെയാണ്, ബൗദ്ധിക ശക്തിയെയാണ് ഇവിടുത്തെ ചില ശക്തികൾ ഭയക്കുന്നത്. കാരണം ഞങ്ങളൊരു അധികാര പദവിയിലേക്കോ ഉദ്യോഗ പദവിയിലേക്കോ വരുന്നത് പോലും താല്പര്യമില്ലാത്തവരാണ്. നിങ്ങൾക്കറിയാവോ, എപ്പോഴാണ് 1954 റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്തത്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ തഹസിൽദാരുടെ ഓഫീസ് എവിടെയാണ്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്ത് കിഴക്കേക്കോട്ടയിലാണല്ലോ. ഈ 54 തുടങ്ങിയിട്ട് 2026 ഇന്ന് വരെ അവിടെ ഒരു പട്ടികജാതി വിഭാഗത്തിലെ തഹസിൽദാർ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തഹസിൽദാർമാർ ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ അവർ പറയും, അത് പറയുന്ന റീസൺ എന്താണെന്ന് കേൾക്കണം. ഇവിടെ അമ്പലങ്ങളുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള അമ്പലങ്ങളുണ്ട്. ഔദ്യോഗികമായിട്ട് തഹസിൽദാർക്ക് അവിടെ വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ദളിത് അല്ലെങ്കിൽ ആദിവാസിയായിട്ടുള്ള തഹസിൽദാർമാരെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഓർത്തു നോക്കണം, എത്ര വലിയ ജാതിയുടെ നടുവിൽ നിന്നാണ് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര നിഷ്കളങ്കമായിട്ട് സംസാരിക്കും. ഇവിടെ ജാതി ഉണ്ടോ, സംവരണം നിർത്തലാക്കൂ, ജാതി ഉപേക്ഷിക്കൂ, ഇത് തന്നെ സ്ഥിരം ഡയലോഗ്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണിത്. പക്ഷെ എന്തിനാണ് സംവരണം? ഇതിന്റെ പ്രാതിനിധ്യം എന്താണ്? നമ്മൾ ഇത് കൃത്യമായിട്ട് എത്രയോ ചർച്ചകൾ, സെമിനാറുകൾ, ചാനൽ തുറന്നു നോക്കി, TV, ഏത് ഓൺലൈൻ ചാനലുകൾ തുറന്നു നോക്കിയാലും അതിനകത്ത് ഇഷ്ടംപോലെ വായിക്കാനും എഴുതാനും അറിവ് പകരാനുള്ള എല്ലാ വിവരങ്ങളും സംവരണത്തെക്കുറിച്ചും ഇവിടുത്തെ ചരിത്രബോധത്തെക്കുറിച്ചും എഴുതിയും പറഞ്ഞും ഒച്ചയിൽ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഇപ്പോഴും നിഷ്കളങ്കമായിട്ട് ഈ സവർണര് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് പരിഹാരം കണ്ടെത്തേണ്ട വിഷയമാണെന്ന് പോലും പലർക്കും തോന്നുന്നില്ല എന്നല്ലേ? അതാണ് ഇത് ഞങ്ങളുടെ വിഷയം ആർക്കും ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഞങ്ങൾ ഈ ക്യാമ്പസിനകത്ത് SFI ഉണ്ട്, KSU ഉണ്ട്, മറ്റേ MSF, അതുപോലെ മറ്റേ ഒരുപാട് സംഘടനകളുണ്ട്. ഞങ്ങൾ അംബേദ്കർ സ്റ്റുഡൻസ് യൂണിയൻ അല്ലെങ്കിൽ അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാത്തതോ? ഇത്രയും സംഘടനകൾ ഇവിടെ ഉണ്ടല്ലോ. ഇനി നമ്മളും കൂടെ സംഘടന ഇടേണ്ട. അപ്പൊ ഇവര് നമ്മളെ കുട്ടികളെ സഹായകമായിട്ട് വരും. പക്ഷെ ഒന്നും ഒരു ഗുണമില്ല. നിങ്ങൾ കണ്ടില്ലേ, ഒരു സിദ്ധാർത്ഥന്റെ മരണം, അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ നിതിന്റെ മരണം, അവിടെ എത്ര അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. എന്നാൽ ഒരാൾക്ക് പോലും അതിനെ ഒന്ന് അവർക്ക് ചെറുക്കണമെന്നുണ്ട്, പക്ഷെ അവർക്ക് ഭയമാണ്. അപ്പൊ ഇത്രയും നട്ടലില്ലാത്ത പിള്ളേരെയാണ് ഈ വളർത്തിയെടുക്കുന്നത്. ഇത്രയും ഒന്നും പ്രതികരിക്കാത്ത ഒരാൾ ചത്തുപോയാൽ പോയിക്കോട്ടെ. സിദ്ധാർത്ഥന്റെ കേസിൽ ഇത് തന്നെയാണ്, നിതിന്റെ കേസിൽ ഇത് തന്നെയാണ്. അവന്റെ ജീവനില്ലാതായി പോയിക്കോട്ടെ. അവന്റെ നിതിന്റെ ആ ജീവനില്ലാത്ത ആ നിതിൻ ആ വാടക വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്ന് അവന്റെ അമ്മ കരയുന്നൊരു അമ്മ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പറ്റുന്നില്ല, അവർ കുഴഞ്ഞു വീണു. ഈ സർജറി എല്ലാം കഴിഞ്ഞിട്ട് അവർ ഈ മാനസികാഘാതം എങ്ങനെ താങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടു നിൽക്കുന്നത് നമുക്ക് തന്നെ അത്രയും പ്രയാസമാണ്. കാരണം ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? ഇനി ആർക്ക് വേണ്ടിയാണ് ജീവിക്കുക? അതിന് നമ്മൾ പ്രതീക്ഷകളോടെ ഞങ്ങൾ കുട്ടികളെ വളർത്തുന്നു. എല്ലാവരും പറയും നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കൂ, അപ്പോഴത്തേക്ക് ഇവിടുത്തെ ജാതി മാറും, അവർ അധികാരത്തിൽ എത്തിയിട്ട്. ഞങ്ങളുടെ പിള്ളേരിലൊക്കെ ഇപ്പൊ 100% മാർക്കാണ് വാങ്ങുന്നത്. അപ്പൊ അത് 100% മാർക്ക് വാങ്ങുന്ന പിള്ളേരാണ് ഇപ്പൊ ക്യാമ്പസുകളിലെല്ലാം പഠിച്ചിറങ്ങുന്നത്. പഴയ പോലെയല്ല, ഞങ്ങളുടെ കുട്ടികൾ നല്ല ബ്രൈറ്റ് ആണ്, ബ്രില്യൻ്റ് ആണ്, നന്നായി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് അവർ പറയുന്നത് നിനക്കൊക്കെ എഴുത്തും വായനയും അറിയാവോ എന്നുള്ളത്. അങ്ങനെ മനഃപൂർവ്വം അത് മാനസികമായിട്ട് തകർക്കാനും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി യുവജന സംഘടനകളും ഒക്കെ ആ വോട്ടെടുപ്പിന്റെ ആലസ്യത്തിൽ തന്നെയാണോ ഇപ്പോഴുള്ളത്? ആരും കാര്യമായി വലിയ പ്രതിഷേധത്തിലേക്കോ പ്രതികരണത്തിലേക്കോ കടന്നതായി കാണുന്നില്ല. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മാത്രമാണ് നേതാക്കളൊക്കെ അവിടെ വീട്ടിലെത്തിയത്, മാധ്യമങ്ങളോട് പോലും നിതിന്റെ മരണത്തെക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടുള്ളത്. അല്ല ദിവ്യ, ഈ വിഷയം ഇന്ന് കേരളത്തിലെ വർത്തമാന മാധ്യമങ്ങൾ, പത്രദൃശ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ തന്നെ KSU അതിരാവിലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോട് വിഷയത്തിൽ പ്രതികരിച്ചതാണ്. ഇന്ന് അതിനെ തുടർന്ന് രാവിലെ 11 മണിയോടുകൂടി സംസ്ഥാന പോലീസ് മേധാവിക്കും പട്ടികവർഗ കമ്മീഷണർക്കും ഈ ബന്ധപ്പെട്ട വിഷയത്തിൽ പഴുതടച്ചുള്ള അന്വേഷണം വേണം എന്ന് വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇനി ദിവ്യ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, അതായത് ഇവിടെ ഈ സംഭവിച്ച നിതിൻ രാജിന്റെ മരണം, അത് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. നിതിൻ രാജ് ഇത്ര ക്രൂരമായി ജാതി വിവേചനത്തിന്റെ ഇരയായി മാറുന്നു, ജാതി അധിക്ഷേപത്തിന്റെ ഇരയായി മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സാക്ഷര കേരളത്തിൽ സംഭവിക്കാൻ പാടുള്ളതാണോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഈ ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ പടപൊരുതി വില്ലുവണ്ടി യാത്ര നടത്തിയ അയ്യൻകാളിയുടെ നാട്ടിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന കേരളത്തോട് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ നാട്ടിൽ ജാതീയതയുടെ വേരറുക്കാൻ പടപൊരുതിയ സഹോദരൻ അയ്യപ്പന്റെ നാട്ടിലാണ് സ്വന്തം അച്ഛൻ
അച്ഛന്റെ തൊഴിൽ എന്തെന്ന് തിരക്കി അധിക്ഷേപം ചൊരിയുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട് എന്നുള്ളത് ഒരു സംശയം വേണ്ട. അത് പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഓരോരുത്തർക്കും അപമാനകരമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നമുക്കറിയാം, ഈ നമ്മുടെ ഈ നിതിന്റെ അച്ഛൻ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് രാജു. ആ പെയിന്റിംഗ് തൊഴിലാളിയായ രാജുവിന്റെ മകന്, ഒപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിയായ ലതയുടെ മകന് ജീവിതത്തിന്റെ പ്രതിബന്ധങ്ങളോട്, ജീവിതത്തിന്റെ ദുഃഖകരമായ സാഹചര്യങ്ങളോടൊക്കെ പടപൊരുതി അവരുടെയൊക്കെ പ്രതീക്ഷ, ഒരു നാടിന്റെ, ആ സമൂഹത്തിന്റെ, ആ വിഭാഗത്തിന്റെ, ആ കുടുംബത്തിന്റെ ഒക്കെ ആശ്രയമായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ ചേതനേറ്റ ശരീരം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് വിവരിക്കാനാവുന്നതിലും അപ്പുറമാണ്. അത് സ്വാഭാവികമായിട്ടും ആ മാതാപിതാക്കളുടെ അവസ്ഥ, ആ നാട്ടുകാരുടെ അവസ്ഥ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ ഒക്കെ അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട്. അതായത് ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ഇവിടെ ഇന്ന് രാവിലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ, പത്രത്തിൽ കണ്ടത്, പ്രിൻസിപ്പലിന്റെ പ്രതികരണമായി ഞാൻ കണ്ടത്, ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും പരാതി ലഭിച്ചിരുന്നില്ല. ഇതിന് മുന്നോടിയായി നിതിൻ രാജിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പരാതിയും ഉണ്ടായിരുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടതാണ്. അത് പക്ഷേ പൂർണ്ണമായും ഹരിക്കുന്ന തരത്തിലാണ് നിതിൻ രാജിന്റെ സഹോദരി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഇതിനു മുമ്പ് സ്ഥലം മാറി പോകുന്ന പ്രിൻസിപ്പലിനോട് വളരെ കൃത്യമായി ഈ വിഷയത്തെ പറ്റി പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതി എന്തുകൊണ്ട് അന്വേഷിക്കപ്പെട്ടിട്ടില്ല, ആ പരാതി എന്തുകൊണ്ട് കൃത്യമായ തരത്തിൽ ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല, അതിനെ മറയ്ക്കാൻ വേണ്ടി മാത്രം എന്ത് ഇരുമ്പ് പറയാണ് ആ ഹോസ്റ്റലിൽ, ആ കോളേജിൽ ഉണ്ടായിട്ടുള്ളത് എന്നടക്കം പഴുതടച്ചുള്ള അന്വേഷണം ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നേതാവ് കൂടിയാണ് ഇവിടെ നിതിന് നീതി ആവശ്യപ്പെട്ട്, അല്ലെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് ആരും തെരുവിലിറങ്ങിയതായി കാണുന്നില്ലല്ലോ. ഒരു സംശയം വേണ്ട ദിവ്യ, വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉടനീളം ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി KSU മുന്നോട്ട് പോവുകയാണ്. ഇന്ന് സംസ്ഥാന KSU കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ആദ്യപടിയായിട്ടാണ് ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും ഒപ്പം തന്നെ പട്ടികവർഗ ഗോത്രവർഗ കമ്മീഷണർക്കും പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്ന് വരികിൽ മാത്രമല്ല, കേരളത്തിൽ ക്യാമ്പസുകളിൽ സമൂലമായ തരത്തിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ എന്നത് ഞാൻ പറഞ്ഞു വെച്ചത്, തെരുവിലെങ്കിൽ തെരുവിൽ, അതിനോ ക്യാമ്പസുകളിലെങ്കിൽ ക്യാമ്പസുകളിൽ, തെറ്റ് തിരുത്തേണ്ടത് ഇല്ലെങ്കിൽ തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച്, ഇതിന്റെ തീവ്രത സംബന്ധിച്ച് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ ആരോപണങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈകലുമില്ല ദിവ്യ, ഒരു വൈകലുമില്ല ദിവ്യ. ഞാൻ പറഞ്ഞല്ലോ, ദിവ്യയോട് സൂചിപ്പിച്ചല്ലോ, അതിന്റെ ആദ്യപടിയായി ഇന്ന് പരാതി നൽകി. വരും ദിവസങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും, ഒരു സംശയം വേണ്ട. അത് ഏതെങ്കിലും മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിന്റെ പേരിൽ വൈകിപ്പിക്കുന്നതൊന്നുമല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള അതിന്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട KSU സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്, സംസ്ഥാന ഭാരവാഹികളുമായി സംസാരിച്ചിട്ടുണ്ട്, ജില്ലാ അധ്യക്ഷന്മാരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ നടപടി ആലോചിച്ചിട്ടുണ്ട്. ശക്തമായിട്ടുള്ള സമരം, ഒരു സംശയം വേണ്ട. ഇത് ഒട്ടും അനുവദിക്കാൻ കഴിയുന്ന, ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു നടപടിയല്ല. അതിനോടൊപ്പം ദിവ്യയോട് ഞാൻ ഒരു ഉദാഹരണം കൂടി സൂചിപ്പിക്കാം. അതായത് ഇത് നമുക്കറിയാം, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഇവിടെ മുൻപ് ശ്രീ ധന്യാരാമൻ സൂചിപ്പിച്ചതുപോലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ച് 2 വർഷം തികയുന്നതിന് ഇപ്പുറമാണ്. ഇപ്പോൾ മറ്റൊരു രക്തസാക്ഷി കൂടി അതേ സമാനമായ തരത്തിൽ, സമാനമായ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതെന്നടക്കം നാം നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇത് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാർ, നമുക്കറിയാം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന് പലകുറി ആവർത്തിച്ച് പറയുന്ന സർക്കാർ, പക്ഷേ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ കൺമുന്നിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് സിദ്ധാർത്ഥന്റെ രൂപത്തിലാകട്ടെ, അത് നിതിൻ രാജിന്റെ രൂപത്തിലാകട്ടെ, അത് മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് KSUവിന് വിമർശിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ആരോഗ്യവകുപ്പ് ദാരിദ്ര്യ കളരിയായി മാറി എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം ഉന്നയിക്കേണ്ടി വന്ന ആ സാഹചര്യത്തിലാണ് ഇവിടെ ദിവ്യയുടെ ചോദ്യത്തിന് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടന്നു വരുന്ന ജാതി വിവേചനം, അത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ചർച്ചാ വിഷയം പോലുമല്ലേ? അത് ദിവ്യ എന്ന് വെച്ചാൽ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം, പണ്ട് കവി ചോദിച്ചില്ലേ, ഈ ഉന്നത വിദ്യാഭ്യാസം എത്ര താഴ്ത്തിയിലാന്ന് അമ്മയൻ. ഇതിപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഉള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ തരത്തിലുള്ള സർവകലാശാലകളിലും കോളേജുകളിലും ഒക്കെ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ട്, പലരും ഗവേഷണ ബിരുദം നേടിയ ആളുകളാണ്, എഴുത്തുകാരാണ്, പണ്ഡിതന്മാരാണ്, ചിന്തകന്മാരാണ്. പക്ഷേ ഈ സാധനം പോകുന്നില്ല.
അപ്പോൾ ഇതിൽ ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പ്രത്യേകമായ ഒരു നിയമനിർമ്മാണം ഉടനെ സർക്കാർ നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കും നോക്കാൻ കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ വൈകിക്കാതെ പെട്ടെന്ന് നടപടിയെടുക്കാനുള്ള നിയമ സംവിധാനം വേണം. പിന്നെ എല്ലാ പാർട്ടികളും, എല്ലാ അധ്യാപക സംഘടനകളും, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഇത്തരം അപജയത്തിനെതിരായിട്ട് രംഗത്ത് വരണം. കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ നാണക്കേടാണ്. പക്ഷേ ശ്രീ അമൻകാശ്ശേരി, നേരത്തെ തന്നെ SC/ST അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെ നമുക്കുണ്ട്. ആ രീതിയിൽ പല കേസുകളുമുണ്ട്. പക്ഷേ അതിലൊന്നും ഒരു പ്രതിയെ പോലും ശിക്ഷിച്ചതായുള്ള ഒരു ചരിത്രം കേരളത്തിനില്ലല്ലോ. അതെ, നമ്മളിപ്പോൾ മലയാളിയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫാത്തിമ ലത്തീഫിൻ്റെ കാര്യം 2019 എൻ്റെ ഓർമ്മ. അവിടെ മദ്രാസ് IIT പഠിച്ചിരുന്ന കുട്ടിയാണ്. അപ്പോൾ അവർ നേരിട്ടത് ഒരു മതത്തിൻ്റെ പേരുള്ള പീഡനമാണ്. അപ്പം ആദിവാസിയാണ്, അല്ലെങ്കിൽ ദളിതാണ്, അല്ലെങ്കിൽ മുസ്ലിമാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ പേരിൽ പീഡനം നേരിടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരമുണ്ടാകും. രാഷ്ട്രീയ പാർട്ടിക്കാർ, എല്ലാ പാർട്ടികളും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മനുഷ്യൻ്റെ അന്തസ്സിന് വേണ്ടിയാണല്ലോ രാഷ്ട്രീയം. അപ്പോൾ സാമൂഹ്യ നീതി ഉറപ്പാക്കാനും മനുഷ്യൻ്റെ അന്തസ് ഉറപ്പാക്കാനാണ് രാഷ്ട്രീയം. ശ്രീ നഈം ഗഫൂർ, നോക്കൂ, ഈ രീതിയിൽ നമ്മുടെ ക്യാമ്പസുകൾ വർഗീയത, വംശീയത അത് പച്ചയ്ക്ക് പറയുന്ന തരത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ക്യാമ്പസുകൾ അരാഷ്ട്രീയമാകുന്ന ഒരു കാര്യം കൂടിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്വകാര്യ കോളേജുകളിലും രാഷ്ട്രീയം പറയുന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തിനും വരെ വലിയ രീതിയിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇതിൽ നിങ്ങൾ ക്യാമ്പസുകൾ അങ്ങനെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്ന വാദം ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനില്ല. ഒന്ന്, ക്യാമ്പസുകൾ രാഷ്ട്രീയത്തെ സംസാരിക്കുന്നുണ്ട്, രാഷ്ട്രീയത്തെ വ്യത്യസ്ത സ്വഭാവത്തിൽ സംസാരിക്കുന്നുണ്ട്. ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള വഴികളുടേതല്ലാത്ത മറ്റ് വഴികളും കേരളത്തിൻ്റെ ക്യാമ്പസുകളും ഇന്ത്യയുടെ ക്യാമ്പസുകളും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമ്പസുകളും വിദ്യാർത്ഥി സമൂഹവും അരാഷ്ട്രീയമാണ് എന്ന വാദത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഇത് നേരത്തെ നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ കേരളത്തിൽ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഓൾറെഡി ഞങ്ങളുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളാഞ്ചേരിയിൽ വലിയ പ്രതിഷേധങ്ങളും റോഡ് ഉപരോധവും നടന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ നാളെ ഞങ്ങൾ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓൾറെഡി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കുന്നതും ആഗ്രഹിക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്കാണ് ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. എന്താണ് ഈ പ്രശ്നത്തിൻ്റെ മൗലികമായ കാരണം എന്നതിലേക്ക് ഈ വിഷയത്തിൽ കടക്കണമെന്നതാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഡിമാൻഡ്. എന്താണ് രോഹിത് വെമുലയ്ക്ക് സംഭവിച്ചത്? അതിനുശേഷം പായൽ തദ്വിക്ക് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലേക്ക് വരുമ്പോൾ ദീപാ പി മോഹനൻ എന്താണ് സംഭവിക്കുന്നത്? കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജെയിൻസിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേട്ടല്ലോ, കാര്യവട്ടം ക്യാമ്പസിലെ അവിടുത്തെ ഒരു വിദ്യാർത്ഥി നേതാവ് സംസ്കൃതത്തിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന PG കഴിഞ്ഞ MPhil കഴിഞ്ഞ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി, ഏറ്റവും അവസാനം മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന വാർത്ത, സംസ്കൃതം അറിയാത്ത ഒരു വിദ്യാർത്ഥി നേതാവ് സംസ്കൃതത്തിൽ PhD വെക്കാൻ പോകുന്നു. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് MPhil പൂർത്തീകരിച്ച് ഒരു ദലിതനായ ഒരു വിദ്യാർത്ഥി സംസ്കൃതത്തിൽ PhD വെക്കുമ്പോൾ കേരളത്തിലെ കാര്യവട്ടം ക്യാമ്പസിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഗവേഷണ ഗൈഡ് കേരളത്തോട് പറയുകയാണ് സംസ്കൃതം അറിയാത്ത ആൾ PhDക്ക് വരുന്നു. അപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ സമാനമായ ഒരുപാട് പ്രശ്നങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ രോഹിത് വെമുലയുടെ വിഷയത്തിൽ അന്ന് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ്, അന്നത്തെ അപ്പാറാവു എന്ന് പറയുന്ന VCക്കെതിരെ നടപടിയെടുക്കണം, സ്മൃതി ഇറാനിക്കെതിരെ നടപടിയെടുക്കണം. ആ നടപടിയിൽ മാത്രം ഒതുങ്ങാനായിരുന്നില്ല ആ വിദ്യാർത്ഥി പ്രക്ഷോഭവും ആ മൂവ്മെൻറ്റും തീരുമാനിച്ചത്. മറിച്ച് സമാനമായ രീതിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത സർവകലാശാലകളിൽ, വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന ഒരു നിയമനിർമ്മാണം ആവശ്യമെന്നതാണ് ഈ എല്ലാ പ്രശ്നങ്ങളും വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് നിതിൻ രാജിൻ്റെ പ്രശ്നം വരുമ്പോൾ, അതുപോലെ തന്നെ കെവിൻ്റെ വിഷയം വരുമ്പോൾ, സിദ്ധാർത്ഥൻ്റെ പ്രശ്നം വരുമ്പോൾ, ഫാത്തിമ ലത്തീഫിൻ്റെ പ്രശ്നം വരുമ്പോൾ, പായൽ തദ്വിയുടെ പ്രശ്നം വരുമ്പോൾ, രോഹിത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ, ദീപാ പി മോഹനൻ്റെ പ്രശ്നം വരുമ്പോൾ, ജെയിൻസിയുടെ പ്രശ്നം വരുമ്പോൾ, കാര്യവട്ടം ക്യാമ്പസിലെ ബിപിൻ രാജിൻ്റെ പ്രശ്നം വരുമ്പോൾ, ഓരോ പ്രശ്നത്തെയും സവിശേഷമായി കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾ നമുക്കത് പറയാം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, പിന്നാക്ക വിദ്യാർത്ഥികൾക്ക്, ദലിത് വിദ്യാർത്ഥികൾക്ക്, ആദിവാസി വിദ്യാർത്ഥികൾക്ക്, മുസ്ലിം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ഇവരെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിയമനിർമ്മാണമായി സംസ്ഥാന സർക്കാർ രോഹിത് ആക്ടിനെ വികസിപ്പിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നത്തിൻ്റെ പ്രതികളെ സമയത്ത് തെരഞ്ഞു പോവുക, അത് വേണം.
അതോടൊപ്പം തന്നെ ഇതിലേക്കെല്ലാം നയിക്കുന്ന കാരണം എന്ന് പറയുന്നത് ജാതിബോധമാണ്. ഇതിലേക്കെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് വംശീയ ബോധമാണ്. ആ വംശീയ ബോധത്തെ, ജാതിബോധത്തെ നിയമം മൂലം പരിഹരിക്കുകയോ നിയമം മൂലം പിടിച്ചുകെട്ടുകയോ ചെയ്യുന്ന നിയമനിർമ്മാണങ്ങളിലേക്ക് കിടക്കണം. പ്രശ്നങ്ങൾക്ക് ആ സമയത്ത് ഇപ്പോൾ ഏറ്റവും അവസാനം 2 സസ്പെൻഷനുകൾ ഉണ്ടായി. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലും ചില സസ്പെൻഷനുകൾ ഉണ്ടായി. അങ്ങനെ സസ്പെൻഷനുകൾ, അതുപോലെ തന്നെ ചില നടപടിക്രമങ്ങൾ, അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത് മാത്രമല്ല പ്രശ്നം, അതിലേക്ക് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബോധ്യങ്ങൾ, ജാതിബോധ്യങ്ങൾ, വംശീയ ബോധ്യങ്ങൾ, ആ ബോധ്യത്തെ കൈകാര്യം ചെയ്ത, അതിനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്ന, അതിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രോഹിത് വെമുലയെ പോലെയുള്ള ധീരനായ രക്തസാക്ഷിയുടെ നാമധേയത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തിലേക്ക് സ്റ്റേറ്റുകൾ കടക്കണം. കാതലായ പ്രശ്നങ്ങളിലേക്ക് കടക്കണം. ഇഷ്യൂവിന്റെ പ്രശ്നങ്ങളെ മാത്രം മറികടക്കുന്നതിൽ ഇതിൽ ഒതുങ്ങി തീർക്കരുത് എന്നതാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ജാതിബോധം അതെന്തൊക്കെ പറഞ്ഞാലും അത് പലരുടെയും ഉള്ളിൽ അങ്ങനെ നിലനിൽക്കുന്നു എന്നതാണല്ലോ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഇവിടെ അതിനാണല്ലോ ഒരു പരിഹാരം കാണേണ്ടത്. അതൊരു നിയമനിർമ്മാണത്തിലൂടെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് നടക്കണമെങ്കിൽ എത്രയോ വർഷങ്ങൾ നിങ്ങൾക്കറിയാം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ 7 വർഷത്തിനിടെ ഞങ്ങളുടെ 22 കുട്ടികളാണ് ഇതുപോലെ സൂയിസൈഡ് ചെയ്തത്. അതെല്ലാം ഇന്റലക്ച്വൽ കില്ലിംഗ് ആണ്. ഞങ്ങളുടെ 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്കറിയാം, കൊല്ലം മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ കീഴിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ടു എന്ന് പറഞ്ഞ അധ്യാപിക നിരന്തരം ടോർച്ചർ ചെയ്ത് അതിന്റെ മുഖം എടുത്ത് ഭിത്തിയിൽ ഉരച്ചു. ക്ലാസ്സിൽ കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നിടത്ത് വൈകുന്നേരം വന്ന് അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്തു. ആ അധ്യാപികയ്ക്ക് എന്തു പറ്റി? ഒരു ചുക്കും ചെയ്യൂല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, ഈ പറച്ചിലേ ഉള്ളൂ. ഇവരൊന്നും കൃത്യമായിട്ട് ദളിതരെ, ആദിവാസികളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരല്ല. അത് ഞങ്ങൾക്ക് ഇവരെ ആരും വിശ്വാസമല്ലേ. ഇപ്പം നിങ്ങൾ ഇനി എന്തെല്ലാം ഇവിടെ കിടന്ന് തള്ളിയാലും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഞങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാൻ നിവർത്തിയില്ല, നിർവാഹമല്ല. നിങ്ങളുടെയൊക്കെ പ്രവൃത്തി അങ്ങനെയാണ്. കഴിഞ്ഞ ഒരു 15 വർഷത്തെ കണക്കെടുത്ത് നോക്കി എത്ര അട്രോസിറ്റീസ് കേസുകളാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു കേസ് ശിക്ഷിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ആകപ്പാട് അട്ടപ്പാടിയിൽ മധുവിന്റെ കേസ് ശിക്ഷിച്ചു. അതിലൊരു അട്രോസിറ്റി പോലും ഞങ്ങൾക്ക് നേരമര്യാദയ്ക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അട്രോസിറ്റി പോലും അവനെ 4 മണിക്കൂർ തടഞ്ഞു വെച്ച് തുണി ഉരിച്ച് റോട്ടിലൂടെ നടത്തിക്കൊണ്ട് മർദ്ദിച്ച് കൊന്നു കളഞ്ഞവൻ, ഞങ്ങളുടെ സഹോദരനെ കൊന്നു കളഞ്ഞിട്ട് ഇവർക്ക് ഒരു അട്രോസിറ്റി പോലും ഇടാനായിട്ട് ഇവിടുത്തെ കോടതികൾക്ക് സാധിച്ചിട്ടില്ല. ഒരു APPക്ക് അത്, പ്രോസിക്യൂട്ടർക്ക് അത് തെളിയിക്കാനും മര്യാദയ്ക്ക് അത് പ്രസന്റ് ചെയ്യാനും സാധിക്കാത്ത ഒരു സ്ഥലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. നേമത്ത് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഇതേപോലെ ഒരു കുട്ടിയെ ടോർച്ചർ ചെയ്ത് ഞങ്ങളുടെ ഒരു പെൺകുഞ്ഞ് ആത്മഹത്യ. ഇതെല്ലാം സാധാരണക്കാരെ വീട്ടുജോലിക്കും തൊഴിലുറപ്പിനും പോയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊരു വെളിച്ചം കാണിക്കാനായിട്ട് പഠിപ്പിക്കുന്ന അമ്മമാര്. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്ത്, കഷ്ടപ്പെട്ട് ആഹാരം കൊടുത്ത് വളർത്തി ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നു, ഇവര് കൊല്ലുന്നു. ഇതിൽ രാഷ്ട്രീയക്കാരാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ എത്ര അട്രോസിറ്റി കേസുകൾ ഇവിടെ നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കേസ് നെടുമങ്ങാട് SC കോടതിയിലൊക്കെ പോയി നോക്കണം. ബലാത്സംഗം ചെയ്താൽ പോലും ആ കേസിൽ പ്രതികൾ റിമാൻഡ് ചെയ്യത്തില്ല. ഞങ്ങൾ പിന്നെയും 10-30,000 രൂപ മുടക്കി ഹൈക്കോടതി പോയി അവിടുന്നാണ് റിമാൻഡ് ചെയ്യിക്കുന്നത്. എത്ര ഞങ്ങൾ ഇങ്ങനെ ഓടും? ഈ കൂലിപ്പണിക്ക് പോകുന്നവർ എത്ര ഇങ്ങനെ ഓടും? അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ കോടതി സിസ്റ്റത്തെ ഞങ്ങൾക്ക് ഒട്ടും ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് അളക്കാൻ തോന്നുന്നില്ല. ജാതി ബോധം എന്ന് പറയുന്നത് ഇത് അവർക്ക് തിരിച്ച് ആ പെയിൻ കിട്ടാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങളുടെ നിതിനെ ഇന്ന് കൊന്നു, തിരിച്ച് ഞങ്ങൾ ഇന്ന് ആൾക്കാരെ കൂട്ടി അവിടെ പോയി അവരെ വീട്ടിൽ പോയിരുന്നെങ്കിൽ, ഈ വേദന അവരും അറിഞ്ഞിരുന്നെങ്കിൽ ഇനിയൊരു കൊല ഇവിടെ നടക്കൂല. ഇതേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ. ഇനി വേറെ ഏത് നിയമം? ഞങ്ങൾ എത്ര പേര് മരിച്ചു, ഞങ്ങളുടെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. എനിക്കും മകനുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ സ്കൂളിൽ പോകണ്ടെന്നേ പറയുള്ളൂ, വീട്ടിലിരുന്ന് പഠിക്കാനേ ഞാൻ പറയുള്ളൂ. എനിക്ക് പേടിയാണ്. അത്രയും ഞങ്ങളെ കുഞ്ഞുങ്ങളെ ബൗദ്ധികമായിട്ട് തകർക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്കൂളുകളിലൊക്കെ 22 കൊല നടന്നിട്ട് ഒരു അധ്യാപകൻ, ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ, അവരുടെ അധ്യാപക സംഘടനകൾ, ഇവരെല്ലാം ഒറ്റക്കെട്ടാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അഞ്ചരക്കണ്ടി ആ മെഡിക്കൽ കോളേജിന് അവർക്ക് ലൈസൻസ് ഉണ്ടോ? അവർക്ക് അവരുടെ എല്ലാ പേപ്പർ വർക്കും സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ളതാണ്. അവർക്ക് ആ BDS ഒരു കോഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സ്ഥാപനം നിലനിർത്താനായിരിക്കും ഇനി അടുത്ത ശ്രമം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ചാക്കിടും, അവർ ആ സ്ഥാപനം അവിടെ നിലനിർത്തുകയും ചെയ്യും. ഞങ്ങൾ ഇതിന്റെ ലൈസൻസ് റദ്ദാക്കാൻ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ നടക്കുമോ? ഞങ്ങളോട് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഈ ചർച്ചയ്ക്കൊക്കെ വന്നിരുന്നിട്ട് ഈ പറച്ചിലേ ഉള്ളൂ. അല്ലാതെ ഇവരാരും വന്ന് ഞങ്ങളെ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴും കെട്ടിക്കിടക്കുവാണ് കേസുകൾ. എത്ര 5000-ഓളം കേസുകൾ കോടതികളിൽ കെട്ടിക്കിടക്കുവാണ് ശിക്ഷിക്കാതെ. ഇപ്പൊ ഈ ലാസ്റ്റ് 5 വർഷത്തെ കണക്ക് മാത്രം എടുത്താല്
അതെ, അതാണ് യാഥാർത്ഥ്യം. ശ്രീ രാജേഷ് കോമത്ത് നോക്കൂ, ധന്യാരാമൻ വൈകാരികമാകുന്നതിൽ രോഷം പ്രകടിപ്പിക്കുന്നതിൽ നമുക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അത്രയധികം കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിലൊക്കെയുള്ള പ്രതികൾ ഇതാ സ്വതന്ത്രരായി സമൂഹത്തിൽ ഒന്നും നടന്നിട്ടില്ല എന്ന മട്ടിൽ വിലസുകയാണ്. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനുള്ള ഒരു സംവിധാനമുണ്ട്, നിയമമുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ, ജാതി വിവേചനങ്ങൾ, ജാതിയുടെ പേരിൽ നടക്കുന്ന അറ്റാക്ക്, അധിക്ഷേപങ്ങൾ, അത് തടയാൻ നമുക്ക് എന്ത് സംവിധാനമാണുള്ളത്? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ മനസ്സ് ആരുടെ മനസ്സായിരിക്കും എന്നുള്ളത്. ഒരു സർവകലാശാലയുടെയോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെയോ അതിന്റെ മാനേജ്മെന്റിന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ അവിടെ ആ സ്ഥാപനത്തിന്റെ മനസ്സ്. സർക്കാരിന്റെ മനസ്സ് ആരുടെ മനസ്സാണ് എന്ന് ചോദിച്ചാൽ ഈ മനസ്സിന്റെ പങ്കാളിയാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സംവരണത്തിലൂടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിലിലുള്ള സംവരണവും അടിസ്ഥാനത്തിലൊക്കെ വന്നിട്ടുള്ളത്. സർക്കാരിന്റെ മനസ്സിന്റെ ഭാഗമാവാൻ വേണ്ടി ഇത് നൂറ്റാണ്ടുകളായി പിന്നോട്ട് വലിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിന് സംവരണം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഈ സംവരണത്തെ പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഔദാര്യം പോലെയാണ്. ഇപ്പൊ എന്റെയും അല്ലെങ്കിൽ എൻ്റെ തലമുറകളായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ പാടത്തും പണിയെടുത്തൊക്കെ ഇവരുടെ എല്ലാവരെയും പൊതുസമൂഹത്തെ മുഴുവൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള സമൂഹമാണ്. ആ പണിയെടുത്തിട്ടുള്ള സമൂഹത്തിലുള്ള ഏറ്റവും പുതിയ തലമുറകളാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നു. അവർ സംവരണാടിസ്ഥാനത്തിൽ ചില സമയം അതിൽ കയറിക്കൂടുകയും ചെയ്യുന്ന സമയത്ത് അത് ചരിത്രപരമായ ഒരു നീതി കൊടുക്കേണ്ടുന്ന ഒരു ഇടമാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സർവകലാശാലയിലുള്ള അധ്യാപകർക്കോ അധ്യാപികമാർക്കോ ഒന്നും സാധിക്കാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലയോ അല്ലെങ്കിൽ കോളേജുകളോ ഭരിക്കുന്ന ഭരണകൂടം, ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, വ്യക്തികൾ അവരുടെ പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള മുൻവിധിയോടുള്ള മനസ്സോടു കൂടിയാണ് പലപ്പോഴും അവർ ഭരണക്രമം നടത്തുന്നത്. അതുകൊണ്ട് ആ ഒരു മുൻവിധി തന്നെയാണല്ലോ പ്രശ്നം. ശ്രീ രാജേഷ് കോമത്ത് നോക്കൂ, ഇവിടെ കേരള സർവകലാശാലയിൽ അവിടെ സംസ്കൃതം വകുപ്പ് മേധാവി അവിടെയുള്ള ഒരു ഗവേഷക വിദ്യാർത്ഥിയോട് ചോദിച്ച എന്താണെന്ന് അറിയോ? പുലയർക്കും പറയന്മാർക്കും ഒന്നും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്നാണ്. തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ ഇവിടെ ഈ കുറ്റം ചെയ്തിട്ടുള്ള ഒരു അധ്യാപികനും ഇവർ രണ്ടുപേരും ഈ നിരന്തരമായിട്ട് ഈ കുട്ടിയെ അപമാനിക്കുകയും ഈ കുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിൽ, അതാണല്ലോ മറ്റു കുട്ടികൾ പറയുന്നത് ഇദ്ദേഹത്തെ, ഈ കുട്ടിയെ അപമാനിക്കാറുണ്ട്, ഈ കുട്ടിയെ പട്ടി എന്ന് വിളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഈ പട്ടി എന്ന് വിളിക്കുന്ന പദം എപ്പോഴും ഈ പട്ടികവർഗക്കാര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഈ പട്ടികജാതി എന്ന് പറയുന്നതിന് പകരമാണ് ഇവർ പട്ടി എന്ന ഈ മലയാള പദം ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ക്യാമ്പസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ കടന്നു വരുന്ന കുട്ടികളെ അധിക്ഷേപിക്കാൻ വേണ്ടി, പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾക്ക് സ്വമേധയാ വന്ന് ഒരു പരാതി കൊടുക്കാനോ, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കുറ്റമാണ്, ഒരു ക്രിമിനലാണ്, ഒരു ക്രൈമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കുട്ടികൾക്ക് പറയാനുള്ള ഒരു സംവിധാനം ക്യാമ്പസിന്റെ ഉള്ളുകളിൽ ഇല്ല. മറിച്ച് ക്യാമ്പസ് അങ്ങനെ ജാതിയൊന്നും ഇല്ല, ഇവിടെ എല്ലാം വളരെ സുന്ദരമാണ് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ വർഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഹിത് വിമല ആക്ട് പോലുള്ള നിയമങ്ങൾ വരണം എന്ന് പറയുന്നത്. എല്ലാ ക്യാമ്പസുകളിലും SC/ST സെല്ലുകളുണ്ട്. പക്ഷെ അവിടെ വരുന്ന പരാതികൾ വളരെ തുച്ഛമാണ്. അവിടെ പരാതി എത്താറേ ഇല്ല. പരാതി എത്തുന്നതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള അധികാര രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പരാതി എത്തിക്കാത്ത രീതിയിലേക്ക് മാറ്റുകയാണ്. ഈ കേസ് തന്നെ ഇവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു. ഇനിയിപ്പം ഇവരെ സസ്പെൻഷൻ അടിസ്ഥാനത്തിൽ ഇവരെ പെൻഡിങ് എൻക്വയറി നടക്കും. പക്ഷെ ഇതൊരിക്കലും തന്നെ അട്രോസിറ്റി ആക്ട് പ്രകാരം, POA ആക്ട് പ്രകാരം കണിശമായ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയില്ല. ഇത് പോവില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള എല്ലാ കേസുകളിലും പോലീസിന്റെയും അതേപോലെ ഭരണവർഗ താല്പര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റ് അധ്യാപകർ തന്നെയും ജാതീയമായിട്ട് തന്നെ വേർതിരിഞ്ഞ് ഇതിനെ കൊളൂഡ് ചെയ്യും. ഇതിലൊരു ഗൂഢാലോചന നടത്തും. ഗൂഢാലോചന നടത്തിയിട്ട് ഈ കുട്ടി എന്തോ മോശക്കാരനാണ്, അല്ലെങ്കിൽ ഈ പട്ടികവർഗത്തിൽ വരുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അറിയില്ല, അവർ പഠിക്കുന്ന കുട്ടികളല്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ശരി, നോക്കൂ, ഈ നമ്മുടെ ക്യാമ്പസുകൾ സംഘപരിവാർ വൽക്കരിക്കപ്പെടുകയാണ്, അതിനുള്ള നീക്കങ്ങൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിമർശനം, പരാതികൾ നേരത്തെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതുപോലെയുള്ള സംഭവങ്ങൾ, ക്യാമ്പസുകളിൽ പരസ്യമായി വംശീയത പറയുക, വർഗീയത പറയുക, അത് ഈ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് കൂടിയാണോ? ജാതിബോധം ഓർക്കുന്നത്
യെസ് എം എൻ കാരശ്ശേരി, താങ്കൾക്ക് തുടരാം. ഞാൻ ഈ സമയത്തൊക്കെ ഓർക്കുന്നത് മരിച്ചുപോയ ചിന്തകൻ എം കുഞ്ഞാമൻ്റെ എതിര് എന്നുള്ള ആത്മകഥയാണ്. അദ്ദേഹം ചെറിയ ക്ലാസ്സിലും മുതിർന്ന ക്ലാസ്സിലുമൊക്കെ വളരെ മിടുക്കനായിരുന്ന ഒരാൾ എങ്ങനെയാണ് അദ്ദേഹം അധിക്ഷേപിക്കപ്പെട്ടതെന്ന് വായിച്ചിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ അളവിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും. അപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ജാതി നിലനിർത്തുക എന്നുള്ളത് സംഘപരിവാറിൻ്റെ അജണ്ട. അപ്പോൾ ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത് ജാതിഘടന നിലനിർത്താനാണല്ലോ. അതായത് അവരുടെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രഘടന എന്ന് പറയുന്നത് ജനാധിപത്യം ഉപയോഗിച്ച് ജനാധിപത്യ വിരുദ്ധമായ ഒരു സ്ഥാപനം. ഹിന്ദുരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിൽ തുല്യത ഉണ്ടാവില്ല. അതിൽ പ്രധാനപ്പെട്ട ഘടകം ജാതിയാണ്. അംബേദ്കർ പറയുന്നുണ്ട് ഹിന്ദു മതം എന്ന് പറയുന്നത് ജാതി ഇല്ലെങ്കിൽ ഇല്ല, ആ ജാതിയും മതവും ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ അഗാധമായ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാതൊരു സംശയമില്ല ഇത് ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ, അതായത് ആളുകൾ അവർ വേണ്ടത്ര സ്വയം തിരിച്ചറിയാതെയൊക്കെ, കാരണം ഈ തരത്തിലൊക്കെ പെരുമാറുമ്പോൾ അതുണ്ടാക്കുന്നത് എന്താണ്? കാരണം അവരുടെ പലരുടെയും രക്തത്തിലും ബോധത്തിലും ഈ സംഗതി ഇരിക്കുകയാണ്. ഇപ്പോൾ സംസ്കൃതം പഠിക്കുന്നത് പൊലേന് പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ബോധമാണത്. ആലോചിച്ച് നോക്കൂ, അഭിജ്ഞാന ശാകുന്തളം എന്നുള്ള നാടകത്തിൽ, കാളിദാസൻ്റെ ലോകപ്രസിദ്ധമായ സംസ്കൃത നാടകത്തിൽ ശകുന്തള സംസാരിക്കുന്നത് പ്രാകൃതത്തിലാണ്. കാരണം സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഭാഷയല്ല സംസ്കൃതം, അവൾ പ്രാകൃതം പറഞ്ഞാൽ മതി എന്നാണ്. ഇതുപോലെ അതിൽ രംഗത്ത് വരുന്നൊരു മുക്കുവനുണ്ട്. അടയാളമോതിരം വിഴുങ്ങിയ മത്സ്യം കിട്ടിയ മുക്കുവൻ. അയാൾ അന്നത്തെ കണക്കനുസരിച്ച് നീചജാതിയിൽ പറഞ്ഞ ആളാണ്. അയാൾ പ്രാകൃതമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് നിലനിന്ന ഒരു സാധനം ഇപ്പോഴും സജീവമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു. നോക്കൂ, ഇതുപോലെയുള്ള അധ്യാപകരൊക്കെയാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ എന്താകും അടുത്ത തലമുറയുടെ അവസ്ഥ എന്നതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അതെ, ഞാനെന്താ പറഞ്ഞ ഒരു അധ്യാപകൻ, ഞാൻ 34 കൊല്ലം അധ്യാപകനായിരുന്നു. അപ്പോൾ ആ അധ്യാപന വൃത്തിയോട് കാണിക്കുന്ന എന്തൊരു അന്യായമാണിത്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ ഒരു നിലയ്ക്കും ലിംഗത്തിൻ്റെ പേരിലോ ഭാഷയുടെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ശരീരത്തിൻ്റെ നിറത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ ഒന്നും വകതിരിച്ച് കാണാൻ പാടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെയാണ്, ആ തരത്തിലുള്ള ഒരു ആചാര്യനെയാണ് അധ്യാപകൻ എന്ന് പറയുക. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അവനോൻ പറയുന്നത് ആചരിച്ച് കാണിക്കുന്നവെന്നാണ്, അല്ലാതെ ഒരു പാഠം പറഞ്ഞു കൊടുക്കുന്ന ആളെന്നല്ല. അപ്പോൾ ആ തരത്തിൽ അത് ദൈവമാണെന്നാണ് ഇന്ത്യയിൽ പണ്ട് പറഞ്ഞിരുന്നത്. ആചാര്യ ദേവോ ഭവ, ആചാര്യൻ ആർക്ക് ദൈവമായിട്ടിരിക്കുന്നോ ആ ആളായിട്ട് നീ മാറട്ടെ എന്നാണ് ആശംസ ഉണ്ടായിരുന്നത്. അവിടെയാണ് നമ്മൾ ഇമാതിരി കാര്യങ്ങൾ കേൾക്കുന്നത്. യെസ് തൗഫീഖ്, ഇതിലൊരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഈ വിഷയത്തിൽ ഇനി ഏത് രീതിയിലുള്ള ഒരു ഇടപെടൽ വേണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്? ഇതിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്ന് ഉറപ്പു പറയാൻ കഴിയുമോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് അങ്ങ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു സംശയം വേണ്ട, കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, പഴുതടച്ചുള്ള അന്വേഷണം തുടരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ നിയമത്തിന്റെ പരമാവധി ശിക്ഷ ഉറപ്പുവരുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമുണ്ട്, ഇവിടെ എന്താണ് ഇതിന് പരിഹാരമായിട്ടുള്ള മാർഗം എന്നുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുത്താൻ തയ്യാറായിട്ടുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ജാതീയമായ അധിക്ഷേപങ്ങൾ തടയാൻ രോഹിത് വെമുലയുടെ പേരിൽ ഒരു നിയമം കൊണ്ടുവരുമെന്നും UDF പ്രകടന പത്രികയിൽ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് എത്തരത്തിലാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് UDF എത്തിച്ചേർന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിപുലമായ ചർച്ചകൾ, അത് ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവുകൾ അടക്കം നടത്തിയ സാഹചര്യത്തിൽ ജാതീയ അധിക്ഷേപങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിലാണ് രോഹിത് വെമുലയുടെ പേരിൽ ഒരു നിയമം, അത് ജാതി അധിക്ഷേപങ്ങൾ തടയാൻ, റാഗിംഗ് പരിഹാരം കണ്ടെത്താൻ,
ഇനി രോഹിത് മൂലമാരെ പോലെ ഇവിടെ നിതിൻ രാജിനെ പോലെ സിദ്ധാർത്ഥിനെ പോലുള്ള ആളുകൾ ഉണ്ടാവരുത് എന്ന് എനിക്കും ഇവിടെ ഈ ചർച്ച കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആവശ്യമുണ്ട്. അത് കേരളത്തിന്റെ ആവശ്യമാണ്. ആവശ്യം സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇതിൽ അധ്യാപകരാകട്ടെ, ഇതിന്റെ ഏതറ്റത്തിൽ പ്രവർത്തിച്ച ആരും ആകട്ടെ, ആരെയും വെറുതെ വിടുന്ന ഒരു സമീപനം സ്വീകരിക്കില്ല. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുക. അധികാരത്തിൽ വന്നാലും നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. ഇനിയെങ്കിലും നിതിൻ രാജിന് നേരിടേണ്ടി വന്നതുപോലെ മറ്റാർക്കും നേരിടേണ്ടി വരാതിരിക്കട്ടെ. ഒരു നിയമനിർമ്മാണത്തിലൂടെ പരിഹാരം കാണാൻ കഴിയുമോ എന്നതറിയില്ല. പക്ഷേ അത്തരം ശക്തമായ ഒരു നീക്കം ഈ വിഷയത്തിൽ, ജാതി വിവേചനത്തിൽ, ജാതി അധിക്ഷേപത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നന്ദി അതിഥികൾക്ക് ചർച്ചയിൽ പങ്കെടുത്തത്.